എൻ്റെ ഫസ്റ്റ് മാരേജ് വളരെ എന്താ പറയുക ഒരു ടോർച്ചറിങ് ടൈപ്പ് ഓഫ് അനുഭവങ്ങളാണ് ഞാനവിടെ നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം പേരുടെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് സ്പോൺസറിങ് ആയിട്ട് ഏകദേശം നമുക്ക് മാസത്തിലൊരു ആവറേജ് 20 എണ്ണെങ്കിലും കിട്ടും. അപ്പോൾ നമ്മളൊരു റേറ്റ് വെച്ചിട്ടുണ്ട്, 4500 വെജ്, 5000 നോൺ വെജ് എന്നൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് സ്പോൺസറിങ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ നമുക്ക് അമ്മയോട് പറയാൻ പറ്റാത്തത് ചെറിയമ്മയോട് പറയാം, അല്ലെങ്കിൽ മുത്തശ്ശിയോട് പറയാം, അല്ലെങ്കിൽ അമ്മാവനോട് പറയാം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഷെയറിങ് ഓഫ് ഇമോഷൻസ് നടന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ല. കാരണം അച്ഛനും ജോലി ഉണ്ടാവും, അമ്മയ്ക്കും ജോലി ഉണ്ടാവും, മക്കൾ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ട്യൂഷനാണ്. അപ്പോൾ ആ ഒരു ഫാമിലി ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, ഇമോഷണൽ ഷെയറിങ് നടക്കുന്നില്ല. അപ്പോൾ ആ പ്രഗ്നൻസി ടൈമിൽ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഇതിനൊരു റീസണാണ്. വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള 2 ഓട്ടിസം കുട്ടികൾ ട്രേയിൽ ചായയൊക്കെ പിടിച്ചിട്ട് വരുന്ന പോലെ മുകളിലെ ക്ലാസ്സിൽ അവരുടെ പ്ലേ മെറ്റീരിയൽസാണ്, ഒരാൾ മുന്നിൽ, അതിൻ്റെ പിറകെ മറ്റേ ആൾ, അങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഞാൻ നല്ല സ്റ്റാഫിനോട് പറയുമായിരുന്നു, എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരുന്നു അവർ 2 പേരും. അപ്പം നമ്മുടെ ആ ട്രെയിനിങ്ങിലൂടെ അവരെ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഒരു നിറവാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നവർ വളരെ വിരളമായിരിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അങ്ങനെ ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ശരിക്കും ദൈവതുല്യമായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ പി ഭാനുമതി. ഭാനുമതി ടീച്ചർ, നമസ്കാരം. നമസ്കാരം. നമുക്ക് ടീച്ചറുടെ കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവർക്കും ശരിക്കും ഈ ഒരു ജീവിതം ഒരു മാതൃക തന്നെയാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരിക്കലും ആരും ഇത്തരം ഒരു ജീവിതം ചൂസ് ചെയ്യില്ല പലപ്പോഴും. കാരണം നമുക്ക് നമ്മുടേതായ കുറേ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ടീച്ചർ അതൊക്കെ മാറ്റി ടീച്ചറുടെ സ്വപ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് വേണ്ട ആളുകളെ കണ്ടെത്തി അവർക്ക് കൈത്താങ്ങ് ആവാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് ടീച്ചറുടെ സ്വപ്നം. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതമാണ് അത്, എല്ലാവർക്കും അറിയാം. എങ്കിലും ടീച്ചറോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ടീച്ചറുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞതുപോലെ മാതൃക തന്നെയാണ്. എങ്കിലും ഇത് അറിയാത്തവർക്കായിട്ട് വായിച്ചറിയാനായിട്ട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി ബുക്സാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഭാനുമതി അമ്മ. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ചും പിന്നെ ടീച്ചറുടെ വിശേഷങ്ങളും ഒക്കെ നമുക്കിന്ന് കേൾക്കാം മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയയിൽ. കഴിഞ്ഞ മാസമാണ് പുസ്തകം പബ്ലിഷ് ചെയ്തത്. എങ്ങനെയുണ്ട് അഭിപ്രായം? ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഏകദേശം 1000 കോപ്പിയിലധികം വിറ്റുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വായിച്ചവർക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണ്. പലരും എന്നെ, എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞത്. സുമംഗല ആണ് അതിൻ്റെ രചയിതാവ്. മാതൃഭൂമി പബ്ലിഷേഴ്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് സുമംഗല അത് വെറുതെ അങ്ങോട്ട് എഴുതുകയല്ലേ ഉണ്ടായത്. ആ കുട്ടി എൻ്റെ നാടായ കുടുമുണ്ടയിൽ പോകുകയും അവിടെ എൻ്റെ വീട്ടുകാരെ കാണുകയും പിന്നെ നാട്ടിൽ പലരോടും സംസാരിക്കുകയും എൻ്റെ ഗുരുനാഥന്മാരോടൊക്കെ സംസാരിക്കുകയും അങ്ങനൊരു ഗവേഷണം, വളരെയധികം ഗവേഷണം ചെയ്തിട്ടാണ് ആ കുട്ടി, എന്ന് വെച്ചാൽ ഞാനും തുടക്കത്തിൽ ഞാൻ പറയേണ്ടായി, ഫാക്ച്വൽ എറേഴ്സ് വരാൻ പാടില്ല. ചില സത്യങ്ങൾ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റാത്തതുണ്ടാവും. അത് കാരണം ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഉള്ളതിൽ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം പോയി അന്വേഷിച്ച് പിന്നെ എൻ്റെ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരുപാട് ഗവേഷണം നടത്തിക്കൊണ്ടാണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു സയൻറ്റിഫിക്, പിന്നെ ഓട്ടിസത്തെക്കുറിച്ചൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ നല്ലൊരു രചന എന്ന് പറയാം, അങ്ങനെയുള്ളൊരു ബുക്കാണ്. ടീച്ചറെ കുറിച്ച് കുറേ കാര്യങ്ങൾ കുറേ ആളുകൾക്ക് അറിയാം, എങ്കിലും അത് 100% ഒന്നും ആർക്കും അറിയില്ല. ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിലൂടെ കുറേ കാര്യങ്ങൾ അങ്ങനെ വായിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. ഇപ്പോൾ ടീച്ചർ തന്നെ പുസ്തകം വായിക്കുമ്പോൾ ടീച്ചറെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളൊരു പുസ്തക രൂപത്തിൽ വായിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ആ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചു പോകുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ് തന്നെ വിങ്ങി പലയിടത്തും, എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു പലയിടത്തും. കാരണം ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് പേഴ്സണലായിട്ട്. കൂടാതെ ഇപ്പോൾ ഈ സ്ഥാപന സംബന്ധമായിട്ടും ഇപ്പോൾ എൻ്റെ ചില കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെട്ടിരുന്നു.
ഇതിപ്പോൾ പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് KV സുമംഗല എഴുത്തുകാരിയായിട്ട് ഒരുപാട് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ കുറേ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊരു കുറേ നാളത്തെ ഒരു പ്രോസസ്സായിരുന്നു ഈ ഒരു പുസ്തക രചന, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നോ? ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട്. സുമംഗലയെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ബട്ട് സുമംഗലയുടെ 2 സിസ്റ്റേഴ്സും, ഒരു സിസ്റ്റർ എൻ്റെ ക്ലാസ്മേറ്റാണ്, ഒരു സിസ്റ്റർ എൻ്റെ കൊളീഗായിരുന്നു. അപ്പോൾ അവരുടെ അനിയത്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സുമംഗല എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ സുമംഗലയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് കൈരളി ചാനലിലെ ഫോട്ടോഗ്രാഫറായ സോളമൻ റാഫേലുണ്ട്. ആ സോളമൻ റാഫേൽ നിരന്തരമായിട്ട് സുമംഗലയോട് പറഞ്ഞ് അങ്ങനെ സോളമനാണ് സുമംഗലയെ കൂട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. ഇത് നമ്മൾ പുസ്തകത്തിൽ ഇതുവരെ നമ്മളങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് പുറത്ത് തുറന്ന് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാമല്ലോ. എനിക്കറിയില്ല ടീച്ചറുടെ കാര്യത്തിൽ അത് എത്രമാത്രം ഉണ്ടെന്ന്. പക്ഷേ അങ്ങനെ പറയാത്ത പല കാര്യങ്ങളും പുസ്തകത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഒട്ടും സുമംഗല ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ട് ഉള്ളത്. ബട്ട് ചില 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത, എന്നിൽ തന്നെ ഒതുങ്ങേണ്ട അല്ലെങ്കിൽ എന്നോടൊപ്പം നശിച്ചു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ മരിച്ചു പോയവരുമായ ചിലരെ ഒന്നും വേദനിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചിലതൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് എൻ്റെ അമ്മ പറയാറുണ്ട്. അമ്മ മരിച്ചു കഴിഞ്ഞ് കത്തിക്കുന്ന സമയത്ത് അമ്മയുടെ നെഞ്ചിൻ കൂട് കത്തില്ല മക്കളെ എന്ന് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞാനും പറയുകയാണ്, അതൊരു എന്താ പറയുക സയൻറ്റിഫിക്കായിട്ടല്ല ഞാൻ പറയണത്. ഞാനൊരു സയൻറ്റിഫിക് ഫീൽഡിലുള്ള ആൾ, ഞാൻ അങ്ങനെ പറയാനും പാടില്ല. എങ്കിലും ഞാനും പറയുകയാണ്, ആ നെഞ്ചിൻ കൂടിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഖനപ്പെട്ട പലതും അടിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് മറ്റൊരാളോട് പറയാൻ പറ്റാത്ത പലതും അടിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പലരോടും, എൻ്റെ കസിൻസിനോടും പിന്നെ അവിടെ സ്റ്റാഫിനോടും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു റിച്വൽസും വേണ്ട, എന്നെ ലാലൂര് ഇലക്ട്രിക് ക്രിമറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ട് കത്തിക്കേ വേണ്ടൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അമ്മ പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, എൻ്റെയും നെഞ്ചിൻ കൂട് ചിലപ്പോൾ കത്തിയെന്ന് വരില്ല. കാരണം അത്രയ്ക്ക് ഘനീഭവിച്ച് കിടക്കുന്ന പലതും അവിടെയുണ്ട്. ഇപ്പം അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ ആ ഒരു വിഷമം, ഈ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഒരിക്കലും ആർക്കും മാറ്റി കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ ഭാരമേറിയ കുറേ അനുഭവങ്ങളാണ് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ അനുഭവങ്ങൾ കണ്ടതുകൊണ്ടും അമ്മയുടെ വിഷമം കണ്ടിട്ടുമാണ് ടീച്ചറുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാക്കിയെടുത്തതും അതിലേക്കുള്ള ഒരു യാത്ര തിരിച്ചതൊക്കെ. അമ്മയുടെ ഒരു ഇൻസ്പിറേഷൻ അമ്മ തന്നെയാണല്ലേ ഈ ഒരു? തീർച്ചയായിട്ടും. എന്നോട് ഞാനന്ന് മറ്റേ പുസ്തക റിലീസിൻ്റെ അന്ന് പറയുകയുണ്ടായി, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് മദർ തെരേസയാണോ എൻ്റെ റോൾ മോഡലെന്ന്. ഒരിക്കലുമല്ല, എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. കാരണം അത്രയ്ക്ക് സഹനവും ക്ഷമയും സ്നേഹവും ഒക്കെ ഉള്ള ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവരങ്ങനെ ആയിരിക്കണം. കാരണം അവരുടെ 12 മക്കളിൽ 3 പേര് ഓട്ടിസ ബാധിതരായിട്ടുള്ളവർ, അത് കാരണം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഓഫ് കോഴ്സ് വെൽ ഓഫ് ഫാമിലി ആണെങ്കിലും ധാരാളം പരിചാരകരുണ്ടെങ്കിലും അമ്മ തന്നെയാണ് എല്ലാത്തിൻ്റെയും മുൻനിരയിൽ നിൽക്കുന്നത്. അപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടാണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു ഗ്രാമപ്രദേശമാണ് കൊടുമുണ്ട എന്ന് പറയുമ്പോൾ, വളരെ ഗ്രാമീണമായൊരു പ്രദേശവും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അതിനെയൊക്കെ നേരിട്ട് ആണ് അമ്മ 72 വയസ്സ് വരെ ജീവിച്ചത്. 72-ാം വയസ്സിൽ അവർ ഹൃദയം പൊട്ടി തന്നെയാണ് മരിച്ചിട്ടുള്ളത്. ഹാർട്ട് അറ്റാക്കായിരുന്നു. അപ്പോൾ അത് കണ്ടാണ് ഞാൻ വളർന്നത് എന്നുള്ളത് കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അക്കാഡമിക് കാരിയർ എന്ന് പറയുന്നത് അമ്മയുടെ മരണം വരെ ഉണ്ടാകുള്ളൂ എന്നും എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ മരിച്ച ആ പെലയിലാണ് എനിക്ക് ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഫെലോഷിപ്പാണ് JSPS, ജപ്പാൻ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സയൻസ്, JSPS ഫെലോഷിപ്പ് കിട്ടിയത്, അതിൻ്റെ ഫാക്സ് മെസ്സേജ് വന്നത്. പക്ഷേ എനിക്കറിയാം അമ്മ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു അക്കാഡമിക് ലൈഫ് ഇല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് എനിക്ക് ഒരു റിപ്പൻറ്റൻസും തോന്നിയില്ല അത് റിജക്റ്റ് ചെയ്യുമ്പോൾ. അത് അത്രയും പ്രസ്റ്റീജിയസ് ആൻഡ് വിത്ത് സ്പൗസൽ അലവൻസ് ആയിരുന്നു. ഹസ്ബൻഡിനും കൂടെ പോവാം, അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ 3 സഹോദരങ്ങളെ എന്തു ചെയ്യും എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു
അമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഇങ്ങനെയുള്ള ഏത് കുട്ടിയുടെയും അമ്മമാരുടെ, അച്ഛന്മാർക്ക് അത്ര വലിയ ആൻസൈറ്റിയും പ്രശ്നമൊന്നുമില്ല, അമ്മമാരുടെ വലിയൊരു ആധിയാണ് എനിക്ക് ശേഷം ഇവരെ എന്ത് ചെയ്യും, ആര് നോക്കും, എന്ത് ചെയ്യും, ഇവരുടെ ഫേറ്റ് എന്താകും എന്നുള്ളത്. അപ്പോൾ അത് അമ്മ അനുഭവിക്കുന്നത് ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവരെ ഞാൻ ഏറ്റെടുക്കും എന്നുള്ള എഷ്യൂറൻസും ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആശ്വാസത്തിലായിരിക്കും അമ്മ മരിച്ചിട്ടുണ്ടാകുക എന്നും ഞാൻ കരുതുന്നു. ടീച്ചർക്ക് ചെറുപ്പം മുതലേ ഈ ഒരു എയിം ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ടീച്ചറുടെ ഫാമിലിയിലാണെങ്കിലും നാട്ടിലാണെങ്കിൽ പോലും ഡോക്ടറേറ്റ് എടുക്കുന്ന, അത്രയും പഠിക്കുന്ന, PG എടുക്കുന്ന ആൾ തന്നെ ടീച്ചറാണ് ആദ്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർക്ക് ടീച്ചറുടേതായിട്ടുള്ള ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കണം, ബിൽഡ് ചെയ്തെടുക്കണം. അതിൽ നിന്നെടുക്കുന്ന സമ്പാദ്യം ഇതുപോലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്ക് അവരുടെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ദൃഢനിശ്ചയം പണ്ട് മുതലേ, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു കൺസെപ്റ്റ് ആണായാലും പെണ്ണായാലും എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കാം എന്നാണ്. പക്ഷേ എൻ്റെ ബ്രദേഴ്സ്, മറ്റ് ബുദ്ധിയുള്ള ബ്രദേഴ്സ് ആരും തന്നെ ഡിഗ്രിയിലപ്പുറം പോയിട്ടില്ല. പക്ഷേ എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് 4 കാശ് ഏൺ ചെയ്യണം, ആ ഏൺ ചെയ്ത കാശ് കൊണ്ടേ ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മൾ ഭർത്താവിനോട് കാശ് ചോദിച്ചാലും അല്ലെങ്കിൽ അച്ഛനോട് കാശ് ചോദിച്ചാലും അതിനൊക്കെ നമ്മൾ കണക്ക് പറയണം. നമ്മൾ ഏൺ ചെയ്യുന്ന കാശിന് നമുക്ക് ആരോടും കണക്ക് പറയണ്ട. ഈവൻ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് എൻ്റെ കുട്ടികളോട് പറയുമായിരുന്നു, ഒന്നുമില്ലെങ്കിലും ഒരു സെയിൽസ് ഗേളിൻ്റെ എങ്കിലും, ഒന്നും കിട്ടിയില്ലെങ്കിലും അതെങ്കിലും അത്തരത്തിലുള്ള ജോലി നിങ്ങൾ സമ്പാദിക്കണം, നിങ്ങൾ ഏൺ ചെയ്യണം, എങ്കിലേ നിങ്ങൾ കുടുംബത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാകുള്ളൂ എന്നൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോഴും കുട്ടികളോടും പറയാറുണ്ട്. നമ്മൾ ഇനി കോളേജ് ലൈഫിലേക്ക് വരികയാണെങ്കിൽ കേരളോർമയിൽ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ അമ്മയുടെ സ്റ്റാർട്ട്? 96 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു സമയം നമ്മൾ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ ഒരു അമ്മയുടെ സ്റ്റാർട്ടിങ് വരുന്നതോ എല്ലാം കൂടെ നമ്മൾ മാനേജ് ചെയ്യുന്നത് ആ കേരളോർമ കാലത്താണല്ലേ? അതെ അതെ അതെ. 96 അമ്മയുടെ തുടക്കം. ഇപ്പതാ 30 വർഷം, 3 പതിറ്റാണ്ടായിരിക്കുകയാണ്. 30 വർഷമായി. ഈ ഒക്ടോബർ 2 30ാമത്തെ വർഷമാണ്. പക്ഷേ ഞാൻ എൻ്റെ ജോലിയിൽ ഒട്ടും ഒന്നും ഒരു കോംപ്രമൈസും ഞാൻ ചെയ്തിട്ടില്ല. കാരണം രാത്രി എത്ര ലേറ്റ് ആയാലും ഇരുന്ന് പ്രിപ്പയർ ചെയ്ത്, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പഴയ നോട്ട്സ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ ഒരു പ്രകൃതമല്ല എനിക്ക്. പുതിയ പുതിയ നോളജസ് എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഷെൽഫിൽ ഫിസിയോളജിയുടെയും ബയോകെമിസ്ട്രിയുടെയും അതാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ റെഫറൻസ് ബുക്സും അതും എൻ്റെ ഒരു രീതി അതാണ്. എനിക്ക് ലൈബ്രറിയിൽ നിന്ന് അങ്ങനെ എടുത്ത് വായിക്കുന്നതിനേക്കാൾ എനിക്ക് പേഴ്സണൽ കോപ്പി വേണം എന്നുള്ളതും അത് ഡിഗ്രി കാലം തൊട്ടിട്ടേ എനിക്കുള്ളൊരു രീതി അങ്ങനെയാണ്. ഞാനത് വാങ്ങിക്കും, അങ്ങനെയാണ്. അങ്ങനെ അത്ര അധികം റെഫറൻസ് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ നോക്കി റെഫർ ചെയ്ത് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനത്തെ ഒരു രീതിയായിരുന്നു എൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രിയൊക്കെ ഒരുപാട് നേരമൊക്കെ ഇരിക്കേണ്ടി വരും പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. എങ്കിലും ഞാൻ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇടനേരങ്ങളിലാണ്, ഇപ്പോൾ ലഞ്ച് ബ്രേക്കിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ 3:30 കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഓടിപ്പോരും. അങ്ങനെയൊക്കെയാണ് ഇവിടെ അമ്മയിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ചെറുപ്പം മുതൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആശയം ഉണ്ടായിരുന്നു, ഒരു എയിം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എങ്കിലും ആ 96 കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മ അസോസിയേഷൻ ഫോർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ആ ഒരു ആശയം, ആ ഒരു പേര്, അതിൻ്റെയൊക്കെ ആ ഒരു കാലത്തേക്ക് ഒന്ന് പോയാലോ? ഇതിൻ്റെ ഒരു ബീജം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ എന്നുമുണ്ട്. പക്ഷെ ഞാൻ ഒരു ഇൻട്രോവേർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്കങ്ങനെ കൂടുതൽ ഞാൻ അധികമാരോടും സംസാരിക്കുകയോ അങ്ങനത്തെ ഒരു രീതിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് മാരേജ് വളരെ എന്താ പറയുക, ഒരു ടോർച്ചറിങ് ടൈപ്പ് ഓഫ് അനുഭവങ്ങളാണ് ഞാനവിടെ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബേസ്റ്റ് ഔട്ട് ചെയ്തു. കുട്ടികൾ എന്തോ ചോദിച്ചപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെ HOD ശശിമാഷിൻ്റെ വൈഫ്, ശശിമാഷ് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ശശിമാഷിൻ്റെ വൈഫ് മംഗള ശശികുമാർ എൻ്റെ അടുത്ത് ഹോസ്റ്റലിലേക്ക് വരികയും സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോവുകയും അങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നതാണ്. എന്നിട്ട് ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജി കോഴ്സ് ഉണ്ട്. അതിൻ്റെ പ്രിലിമിനറി കോഴ്സും ചെയ്തു, മാസ്റ്റർ കോഴ്സും ചെയ്തു. അപ്പോൾ അതിൽ ഈ മംഗള ശശികുമാറും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ജോസഫ്
ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഇന്ത്യയിലെ തന്നെ അതോറിറ്റിയാണ്. ജോസഫുമുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് കോഴ്സ് ചെയ്തത്. അത് ശരിക്കും എന്നെ ഇവരതിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നെ ഒന്ന് റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവരതിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ആ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ഉള്ളിലുള്ളതെല്ലാം എടുത്തു കളഞ്ഞ് പുതിയൊരു വ്യക്തിത്വമാക്കുന്ന സ്ക്രിപ്റ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അത് എല്ലാവരും കൂടെ ആ ക്ലാസ്സിലുള്ള എല്ലാവരും കൂടെ ഇരുന്ന് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ചെറുപ്പകാലം തൊട്ടുള്ള അനുഭവങ്ങൾ പറയുകയും അങ്ങനെ നമ്മളതിന്ന് എടുത്തു കളയുകയാണ്. അത്തരം വേദനകൾ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ പുതിയൊരു പേഴ്സണായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിലൂടെയാണ് എനിക്ക് ഇതിനൊക്കെയുള്ളൊരു ധൈര്യം കിട്ടിയത്. പിന്നെ അന്ന് എൻ്റെ കൂടെ നിൽക്കാൻ ഈ പറഞ്ഞ മംഗള ശശികുമാറും ഉണ്ടായിരുന്നു, വി ജോസഫും ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ ഷാജി മറ്റേ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി ഹെഡായിരുന്നു. ഇപ്പം അദ്ദേഹം റിസർച്ച് ഡീനാണ്. ഇവരൊക്കെ എനിക്ക് അതിനുള്ള ധൈര്യം തരികയും അങ്ങനെയാണ് 96 നമുക്ക് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. അപ്പോൾ ആദ്യം നമ്മളൊരു സ്നേഹസംഗമം എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെയുള്ള പാരൻസ് പേപ്പറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള പാരൻസിൻ്റെ ഒരു കൂട്ടായ്മ അവർക്കൊരു ക്ലാസ്സൊക്കെ കൊടുത്ത് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഇടം വേണം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ 10-30ഓളം വീടുകൾ നമ്മൾ ഇതിനു വേണ്ടി അന്വേഷിച്ചു, വാടകയ്ക്ക് അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഭ്രാന്തന്മാർക്ക് സ്ഥാപനം തുടങ്ങാൻ ഞങ്ങൾ തരില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ഓട്ടിസം ആവട്ടെ, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആകട്ടെ, ഭ്രാന്തന്മാർ എന്നൊരു ലേബലിലാണ് സമൂഹം കാണുന്നത്. പക്ഷെ അവർ ഭ്രാന്തന്മാരല്ല. ഇപ്പോൾ ഈ ഓട്ടിസം ആയാലും ഇൻ്റലക്ച്വലി ചാലഞ്ചഡ് ആണെങ്കിലും അതൊരു രോഗമല്ല, അതൊരവസ്ഥയാണ്. കാരണം രോഗം എന്ന് പറഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാം. അവസ്ഥ എന്ന് പറയുമ്പോൾ അതൊരു പെർമനൻറ്റ് സംഭവമാണ്. അപ്പോൾ ഇതൊരവസ്ഥയാണ്, രോഗമല്ല. ഭ്രാന്ത് വേറെയാണ്, അതൊരു താൽക്കാലികമായ നമ്മുടെ മനസ്സിൻ്റെ വിഭ്രാന്തി അല്ലെങ്കിൽ അവസ്ഥയാണ്. ഇതങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ പക്ഷേ ആരും വീട് തന്നില്ല. അവസാനം അന്ന് മറ്റേ പുതൂർക്കരയ്ക്കടുത്ത് ചാത്തൻകുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ LP സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അയ്യന്തോൾ പഞ്ചായത്തായിരുന്നു, കോർപ്പറേഷൻ്റെ കീഴിലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയുടെ അമ്മാവനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ ഈ പുതൂർക്കര ചാത്തൻകുടം സ്കൂളിലെ ഒരു ക്ലാസ് റൂം നമുക്കായിട്ട് അലോട്ട് ചെയ്ത് തന്നു. പിന്നെ അവിടെ അന്ന് 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റുഡൻസായിട്ട് 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. ഭ്രാന്തന്മാരെ നോർമലായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കും ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഈവൻ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് പോലും എതിർപ്പുകളുണ്ടായി. വീണ്ടും അന്വേഷണങ്ങൾ തുടങ്ങി. അങ്ങനെ എന്നിട്ട് പിന്നെ പൂങ്കുന്നത്ത് സീതാറാം മില്ലിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു വീട് കിട്ടി. ആ വീട് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ അതിദരിദ്രരായിരുന്നു. അപ്പോൾ അവർക്ക് ഈ വീട് റെൻറ്റിന് കൊടുത്താൽ ഇതുകൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് നീക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവരതിൻ്റെ മുകളിൽ ഓലയൊക്കെ കെട്ടിയൊരു ഷെഡ് പോലെ പണിഞ്ഞ് അതിൻ്റെ അമ്മയും മോനും ഉണ്ടായിരുന്നുള്ളൂ. അവരതിൻ്റെ മുകളിൽ താമസിച്ചു. താഴെ നമുക്ക് റെൻറ്റിന് തന്നു. അങ്ങനെ പിന്നെ ഗ്രാജ്വലി ഒരു 2000 ഇപ്പോൾ കാര്യാട്ടുകരയിലുള്ള, അതാണ് ബേസ്, കാര്യാട്ടുകരയിലുള്ള ഒരു 54 സെൻറ്റ് സ്ഥലം. അത് ഈ പറഞ്ഞ പോലെ സോളമൻ റാഫേലും അവൻ്റെ ഏട്ടൻ രാജു റാഫേലും എനിക്ക് വീട് വെക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ വീടല്ല വെക്കുക, എൻ്റെ അമ്മയുടെ ഒരു ആസ്ഥാനമാണ് ആക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ച് അവിടെ കുറേശ്ശെയായിട്ട്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ ആദ്യം പണിഞ്ഞു, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ റെൻറ്റ് നമുക്ക് ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് അന്നൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ പകൽ സമയത്ത് ക്ലാസ്സും രാത്രി സമയത്ത് ഹോസ്റ്റലും അങ്ങനെയായിരുന്നു. പിന്നെ ഗ്രാജ്വലി മുകളിലേക്ക് പണിഞ്ഞു. അങ്ങനെയാണ് പണിഞ്ഞ് കുറേശ്ശെ ആയിട്ടാണ് ഗ്രാജ്വലിയാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പിന്നെ ഈ അസോസിയേഷൻ ഫോർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അഡൽട്സ് എന്ന് പേര് കൊടുക്കാനുള്ള കാരണം അന്ന് മുതിർന്നവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ആകെ പോപ്പോൾ മെഴ്സി ഹോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാത്രമല്ല എഡൽട്സിനാണ് പ്രോബ്ലംസ് കൂടുതൽ. കാരണം ഈ ചെറിയ കുട്ടികളാവുമ്പോൾ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ല എങ്കിൽ എഡോളസൻ സ്റ്റേജിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ നോർമലായിട്ടുള്ള ഒരാളെ പോലെ തന്നെ അവർക്ക് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് അതേപോലെ തന്നെ നടക്കും. അപ്പോൾ ആ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഒരു നോർമലായിട്ടുള്ള കുട്ടിക്കത് അറിയാം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഇവരെ
സംബന്ധിച്ചിടത്തോളം അതറിയില്ല, അതെങ്ങനെ മാനേജ് ചെയ്യുക, അത്തരം ഇഷ്യൂസ് മാനേജ് ചെയ്യാമെന്ന്. ഇപ്പോൾ ഒരു ദിവസത്തിൽ 8-10 പ്രാവശ്യം പരസ്യമായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തിരുന്ന കുട്ടി വരെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ അത് നേരത്തെ തന്നെ നമ്മൾ ഒരു ട്രെയിൻ ചെയ്യണമായിരുന്നു. ആ ട്രെയിൻ ചെയ്യാത്തത് കൊണ്ട് ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഇല്ലാത്തവർ, നിപ്പിൽ നിന്നിട്ട് അപ്പിയിടുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എഡൽട്സിന് സ്ഥാപനം വേണം, ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെ നമ്മൾ ആദ്യം തുടങ്ങിയത് എഡൽട്സിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് ഇപ്പം നമ്മൾ വേറെ 2 സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. അത് ഒന്ന് 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് തെറാപ്പി കൊടുക്കുന്നു. രണ്ടാമതൊരെണ്ണം ഈ തെറാപ്പി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു സ്കൂൾ സെറ്റപ്പിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ അല്ല. കാരണം ഇവർക്ക് പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ പോസിബിൾ അല്ല, ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ ഇരിക്കാൻ സാധിക്കില്ല. പിന്നെ ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഈ തെറാപ്പിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അവരെ ഒരു നോർമൽ സ്കൂളിലും ആക്സെപ്റ്റ് ചെയ്യില്ല. മാത്രമല്ല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ഇത് നമുക്കുണ്ടെങ്കിൽ പോലും പലയിടത്തും ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ സോഷ്യൽ ആക്സെപ്റ്റൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പല പാരൻസും നമ്മളോട് വന്ന് അവരുടെ അനുഭവങ്ങൾ കരഞ്ഞ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആവശ്യമാണ്, ഇവരെ ഒരു സ്കൂൾ സെറ്റപ്പിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും അങ്ങനെ ഇപ്പോൾ തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ലാൻഡ് നമുക്കൊരു മാഡം ഇഷ്ടദാനമായിട്ട് തന്നതാണ്. അവിടെ അടുത്ത് തന്നെയുള്ളൊരു മാഡം ഇഷ്ടദാനമായിട്ട് തന്നതാണ്. അവിടെ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സെറ്റപ്പിലുള്ള ഒരു ഓട്ടിസം സ്കൂള് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഏപ്രിൽ 2 1 വർഷമാവും. അപ്പോൾ ഇതൊരു ഒട്ടും എളുപ്പമല്ലാത്തൊരു യാത്രയായിരുന്നു. പക്ഷേ 30 വർഷം കഴിഞ്ഞ് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ടീച്ചർക്ക് അത് ഒരു അഭിമാനവും അതുപോലെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ല, അഭിമാനത്തേക്കാൾ ഒരു സന്തോഷവും സമാധാനവുമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഈ 3 സെൻറ്റേഴ്സിലുമായിട്ട് ഏകദേശം 150ഓളം കുട്ടികളുണ്ട്. ഈ 150 കുടുംബങ്ങൾക്കാണ് ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു സമാധാനവും സന്തോഷവും നമുക്കുണ്ടാവും. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ പറയുന്നു, അവിടെ നമ്മുടെ അഡൽട്ട് സെൻറ്ററിൽ CCTV, എല്ലാ ക്ലാസ്സിലും CCTV ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഓട്ടിസം 2 ഓട്ടിസം വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള 2 ഓട്ടിസം കുട്ടികൾ ട്രേയിൽ ചായയൊക്കെ പിടിച്ചിട്ട് വരുന്ന പോലെ മുകളിലെ ക്ലാസ്സിൽ അവരുടെ പ്ലേ മെറ്റീരിയൽസാണ്, ഒരാൾ മുന്നിൽ, അതിൻ്റെ പിറകെ മറ്റേ ആൾ അങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റാഫിനോട് പറയുന്നു, എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരുന്നു അവർ 2 പേരും. അപ്പം നമ്മുടെ ആ ട്രെയിനിങ്ങിലൂടെ അവരെ അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഒരു നിറവാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചർ ഇങ്ങനെ ഒരു അമ്മ എന്നുള്ള സംഘടനയായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ അതിനെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ആളുകൾ? തീർച്ചയായിട്ടും തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോളേജിലൊന്നും ആരും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരല്ലാണ്ട് വേറെ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈവൻ കോളേജിലുള്ള ഒരു അധ്യാപികയുടെ സഹോദരൻ പടിഞ്ഞാറക്കോട്ടയിൽ വെച്ച് ഞാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ മന്ദബുദ്ധി അതാ പോണു എന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ സ്റ്റാഫ് കൗൺസിൽ എനിക്കൊരു ഇത് തന്നു. ആ സമയത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകൻ 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ ഉണ്ടായിരുന്നു ആ ഫങ്ഷൻ. ആ 2 മണിക്കൂർ നേരവും അദ്ദേഹം സെനറ്റ് മെമ്പറോ മറ്റേ ആയിട്ട് ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നാണ് പുള്ളിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ സെനറ്റ് മെമ്പർ എന്ന് പറയുന്നത് ബൈ ഇലക്ഷൻ ആകുന്നതാണ്. ബട്ട് അദ്ദേഹം ഈ 2 മണിക്കൂർ നേരം ഒരു ബാനറും പിടിച്ച്, അഭിനന്ദനങ്ങളിൽ അപാകം അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ബാനറും പിടിച്ച് 2 മണിക്കൂർ നേരം ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നു. അപ്പോൾ അതൊക്കെ അന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എൻ്റെ മറുപടി പ്രസംഗത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, എന്താണ് ഞാനിതിലേക്ക് വരാനുള്ള കാരണം എന്നൊക്കെ ഞാനതിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ കുറച്ച് പേരൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. എന്നാലും പരിഹാസങ്ങളും അങ്ങനെയുള്ളത് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരിയങ്ങാടിയിൽ തുടക്കത്തിലൊക്കെ മുഴുത്ത ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അരിയങ്ങാടിയിൽ ഇത്തിരി അരി, കാരണം ഓരോ മർച്ചൻസും ഒരു 1 കിലോയോ 2 കിലോയോ തന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ചോറോ കഞ്ഞിയോ വെച്ച് കൊടുക്കാൻ അത് മതിയാവും. അങ്ങനെ ഒരു കോപ്പറേഷൻ ഉണ്ടായാൽ. അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ ശരിക്കും പിച്ചക്കാരെ ആട്ടി ഓടിക്കണ പോലെ എന്നെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ തൃശ്ശൂരിലെ ഒരു പ്രമുഖ വ്യാപാരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കന്ന് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ആ പ്രമുഖ വ്യാപാരി, ആ പ്രമുഖ വ്യാപാരി ആയത് തന്നെ വേറൊരു
അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിനെ പറ്റിച്ച് അങ്ങനെ അത് പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആയതാണ്. ആ പുത്തൻ കാശിൻ്റെ ഒരു അഹന്ത കൊണ്ട് എന്നെ മുറ്റത്ത് നിർത്തി, ആ സ്റ്റെപ്പിലേക്ക് വരെ കയറാൻ സമ്മതിച്ചില്ല. ഒരു കുഷ്ഠരോഗിയെ പോലെ എന്നെ ആട്ടി ഓടിച്ചു. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ ഒരുപാട് നീറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഇതെനിക്ക് വേണ്ടിയല്ലല്ലോ, എനിക്ക് സാരി വാങ്ങിക്കാൻ വേണ്ടിയല്ലല്ലോ, എനിക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയല്ലല്ലോ, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ എന്നുള്ള ആ ഒരു ആശ്വാസം നമ്മൾ സ്വയം കൊടുക്കും. അങ്ങനെ ആണ് ധൈര്യത്തിൽ ഇത്രയും മുന്നേറി ഈ 30-ാം വർഷത്തിലെത്തി നിൽക്കണേ. ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ആളുകളെ സഹായിക്കാനായിട്ടുള്ള മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. ടീച്ചറെ പോലെ ജീവിതം അതിനായിട്ട് മാറ്റി വെക്കാനൊന്നും പറ്റില്ലെങ്കിലും ആ ഒരു മനസ്സ് ഉള്ള ആളുകളും ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് മുൻപത്തേക്കാൾ ഇപ്പോൾ കൂടുതലായിട്ടുണ്ടെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ധാരാളം പേരുടെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് സ്പോൺസറിങ് ആയിട്ട് ഏകദേശം നമുക്ക് മാസത്തിലൊരു ആവറേജ് 20 എണ്ണെങ്കിലും കിട്ടും. അപ്പോൾ നമ്മളൊരു റേറ്റ് വെച്ചിട്ടുണ്ട്, 4500 വെജ്, 5000 നോൺ വെജ് എന്നൊരു റേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് സ്പോൺസറിങ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ കുട്ടികളുടെ സെൻറ്റർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് കിട്ടിയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. കാരണം അത് 3 പേർക്ക് കൂടി ഒരു 25 സെൻറ്റ് സ്ഥലം ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, അത് ലീസിന് തന്നിരിക്കുകയാണ്. അതിൽ മറ്റ് 2 പേരെന്ന് പറയുന്നത് പിന്നെ പാലിയേറ്റീവിൻ്റെ ഹോസ്പീസ് സെൻറ്ററാണ്, മറ്റേത് സൊലൈസ് എന്ന് പറഞ്ഞ സംഘടനയാണ്. അപ്പോൾ അവർക്കൊക്കെ കാശുണ്ടായിരുന്നു പണിയാനായിട്ട്, പക്ഷെ നമുക്ക് കാശില്ല. അപ്പം ഞാനും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 20 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ജേക്കബ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫുണ്ട്, അവനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്ത് ചെയ്യും. അപ്പോൾ അവൻ പറയും, നടക്കും മിസ്സേ. അങ്ങനെ അവസാനം ട്രെയിൻ മേറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതിലത്തെ ഒരു ചന്ദ്രൻ മേനോൻ എന്ന് പറഞ്ഞ സാറ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു മാത്യു എന്ന് പറഞ്ഞ ഒരാളെ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ ആ കണക്ഷൻ വെച്ച് അങ്ങനെ പോയിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് കിട്ടി, 40 lakhs കിട്ടി. അതുകൊണ്ട് മറ്റ് 2 പേര് ഇനോഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ നമ്മുടെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലല്ല കേട്ടോ ഞാൻ പറയുന്നത്, അന്നത്തെ ഒരു അവസ്ഥ പറയുകയാണ് ഞാൻ. അങ്ങനെ അത് ഇനോഗ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ തൈക്കാട്ടുശ്ശേരിയിൽ അത്രയും ചെയ്യാനായിട്ട് KSFEയുടെ CSR ഫണ്ട് കിട്ടി, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ CSR ഫണ്ട് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഭാനുമതി ടീച്ചറിൽ ഒരു വിശ്വാസമുണ്ട് സമൂഹത്തിന്. അവരത് തോന്നിയാസം കാണിക്കാനല്ല, അത് ഈ കുട്ടികൾക്ക് തന്നെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം സമൂഹത്തിന് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സുതാര്യമാണ്. നമ്മുടെ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് അനൂപ് എന്ന് പറഞ്ഞിട്ട്, അനൂപ് ആൻഡ് അസോസിയേറ്റ്സ്, അതിലത്തെ ഫ്രീ ആയിട്ടാണ് അവർ ചെയ്തു തരുന്നത്. ഇത്രയും വർഷമായിട്ടും ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ കുറേ പേരുണ്ട് ചുറ്റും, അതൊരു വലിയ ആശ്വാസമാണ്. നമ്മളിപ്പോൾ 3 സ്ഥാപനങ്ങളാണ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളെക്കുറിച്ച് കൂടെ ഒന്ന് വിശദമായിട്ട് പറയൂ, ഇപ്പോൾ കാണുന്നവർക്ക് അറിയാത്തവർക്കായിട്ട്. ഇപ്പം നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം തുടങ്ങിയത് കാര്യാട്ടുകരയിലുള്ള എഡൽട്ട് സെൻറ്ററാണ്. അന്ന് അവിടെ കുറച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ 1-2 പേരുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാനന്ന് ജുവനൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ അവിടെ കേസിലൊക്കെ പെട്ട അങ്ങനെയുള്ള 2 കുട്ടികളെ നമുക്ക് അവിടേക്ക് എന്നോട് ചോദിച്ചു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അതിൽ ഒരു കുട്ടിയുടെ അച്ഛൻ കടുത്ത മദ്യപാനിയും ഡ്രഗും ഒക്കെ ഉള്ളതാണ്. അമ്മയും ഈ കുട്ടിയും മാത്രമേ ഉള്ളൂ. ഒരിക്കൽ എന്തോ ഒരു സന്ദർഭവശാൽ ഈ കുട്ടിയെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഓട്ടിസംകാരനാണ്. അവനെ കട്ടിലിൽ തുണി കൊണ്ട് കെട്ടിയിട്ടു. അതിന് ഈ അച്ഛൻ, അങ്ങനെയാണ് ജുവനൽ ജസ്റ്റിസിൽ അത് കേസായിട്ട് വന്നത്. അച്ഛൻ കേസ് കൊടുത്തു, കുട്ടിയെ കെട്ടിട്ടു മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കേസ് കൊടുത്തു. അച്ഛൻ ഒട്ടും കയറിയില്ല കേട്ടോ, എന്നാലും പുള്ളി അത് കേസ് കൊടുത്തു. അങ്ങനെയാണ് ബോർഡിൽ കേസ് വന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് എന്നോട് ചോദിച്ചു, കേസൊക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അങ്ങോട്ട് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം, അമ്മയും കൂടെ നിന്നോട്ടെ, അമ്മയും കുഞ്ഞും കൂടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ അച്ഛൻ എല്ലാ സൺഡേയ്സും അല്ലെങ്കിൽ ഒന്നരാടം ദിവസം എന്ന് പറഞ്ഞ പോലെ വന്നിട്ട് അവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഭയങ്കര തെറിവിളിയും, എന്നെ തെറിവിളിക്കുകയാണ്, തെറിവിളിയും ഭയങ്കര ലഹളയാണ്. പിന്നെ ഈ കുട്ടിക്ക് എന്തൊക്കെയോ കൊണ്ടുവന്ന് കുടിക്കാൻ
കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിക്ക് അങ്ങനെ കുടിക്കാൻ കൊടുക്കാൻ പാടില്ല, കാരണം ഇയാളതിൽ വല്ലതും കലർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം എനിക്കാണല്ലോ വരിക, അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വലിക്കലും അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ വെസ്റ്റ് പോലീസിനെയൊക്കെ വിളിക്കലും ഒക്കെ ഉണ്ടായി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മറ്റേ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഹേബിയസ് കോർപ്പസിന് കേസ് കൊടുത്തു. കുട്ടിയെ ഞാൻ തടഞ്ഞു വെച്ചിരിക്കാം, കുട്ടിയും കുട്ടിയുടെ അമ്മയുണ്ട് കേട്ടോ അവിടെ. അയാൾ അവിടെ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് എന്നെ കോടതിയിലേക്ക് വിളിപ്പിച്ചു, വിചാരണയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞു എഡൽസിന് വേണ്ടി നല്ലേ, 4 എഡൽസിനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി എഡൽസിനെ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഇപ്പോൾ അവിടെ പ്യൂർലി എഡൽസ് മാത്രമേ ഉള്ളൂ, എബവ് 18 മാത്രമേ ഉള്ളൂ. 18 വയസ്സ് മുതൽ 74 വയസ്സ് വരെ ഉള്ളവർ ഇപ്പോൾ അവിടെയുണ്ട്. 74 വയസ്സുകാരൻ എൻ്റെ സ്വന്തം സഹോദരനാണ്. അതിൻ്റെ ഇടയിലുള്ളവരാണ് എല്ലാവരും ഉള്ളത്. പിന്നെ അത് അഡൽട്ട് സെൻറ്റർ. അവിടെ നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അവിടെ ഒരു 10-20ഓളം സാധനങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ പേപ്പർ ക്യാരി ബാഗ്, തുണിസഞ്ചി, എക്സെട്ര അങ്ങനെ 10-20 സാധനങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അവരെല്ലാവരും ഹാപ്പിയാണ്. മാത്രമല്ല അവിടെ നമ്മൾ പ്രാവർത്തികമാക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് സംരക്ഷിത തൊഴിലിടം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് വർക്ക്ഷോപ്പ്. അതായത് ഈ കുട്ടികൾക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ അവരെ ജോലിക്കാരായിട്ട് പരിഗണിച്ച് ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ വൊക്കേഷണൽ പ്രോഡക്ട്സ് വിറ്റ് കിട്ടുന്ന കാശ് വർഷാവസാനം, വലിയ എമൗണ്ടൊന്നും ഉണ്ടാവില്ല, എന്തായാലും വർഷാവസാനം അത് അവർക്ക് തന്നെ വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഇവരുടെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. ഞങ്ങൾ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. പിന്നെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന പദവിയിൽ നിന്ന് ഏണിംഗ് മെമ്പർ എന്ന പദവിയിലേക്ക് കുട്ടിയെ ഉയർത്തുകയുമാണ്. അപ്പോൾ അതാണ് നമ്മളവിടെ അതൊന്നും വേറെ എവിടെയും കാണാത്തൊരു സംഭവമാണ്. പിന്നെ നമ്മളവിടെ തിയേറ്റർ ഒരു തെറാപ്യൂട്ടിക് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, യോഗ തെറാപ്യൂട്ടിക് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മ്യൂസിക് തെറാപ്യൂട്ടിക് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ 1 അവർ യോഗയുണ്ട്. പിന്നെ നാടകം ഇപ്പം നമ്മൾ 10 നാടകം ചെയ്തു കഴിഞ്ഞു. അത് രംഗചേതന എന്ന് പറയുന്ന തൃശ്ശൂരിലെ തിയേറ്റർ ഗ്രൂപ്പ്, അതിൻ്റെ ഗണേശാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിൽ കഴിഞ്ഞ കേരളീയം ഉത്സവത്തിന് നമ്മുടെ കുട്ടികൾ അവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് നാടകം അവതരിപ്പിച്ചു. അത് ഭിന്നശേഷിക്കാരുടെ വേദിയിലല്ല, നോർമലായിട്ടുള്ള ആളുകളുടെ വേദിയിലാണ് അവതരിപ്പിച്ചത്. അതൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് വളരെ ഒരു ധൈര്യം തരുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ തിയേറ്റർ നമ്മളൊരു തെറാപ്യൂട്ടിക് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ 60 പേരാണുള്ളത്. പിന്നെ നമ്മളെ രണ്ടാമത്തെ സെൻറ്റർ 2018 തുടങ്ങിയതാണ്. അത് ഒളരി അമ്പാടിക്കുളം ഗ്രൗണ്ട് എന്ന് പറയും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു 25 സെൻറ്റ് സ്ഥലം ലീസിന് കിട്ടിയിട്ടുള്ളതാണ്. അത് ആ സ്ഥലം ബ്ലൈൻഡ് ഫെഡറേഷന് ഗവൺമെൻറ് കൊടുക്കുകയും അവരത് 10 വർഷത്തോളം ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോൾ ഗവൺമെൻറ് തിരിച്ചെടുക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നപ്പോൾ ഹൈക്കോടതി ഓർഡർ ഇട്ടു അത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് തന്നെ കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഞാനും അപ്ലൈ ചെയ്തു, കിട്ടിയാൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാമല്ലോ വെച്ചിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ 27 സ്ഥാപനങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കിട്ടി. പിന്നെ പാലിയേറ്റീവിന്, സൊലൈസിന്, അമ്മയ്ക്ക് 3 പേർക്കും കൂടെ കിട്ടിയത്. അപ്പോൾ അന്നത്തെ MLA തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു, പിന്നെ കളക്ടർ ജയമേഡം ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ലാൻഡ് നഷ്ടപ്പെടുത്തണ്ട, കാരണം ഡിവൈഡ് ചെയ്തിട്ടാവുമ്പോൾ ആ സ്റ്റിപ്പുലേറ്റഡ് സ്പേസൊക്കെ നമ്മൾ വിടണമല്ലോ, അത് വേണ്ട, ഒറ്റ ബിൽഡിങ് പണിയാമെങ്കിൽ അങ്ങനെ പണിയൂ എന്ന് പറഞ്ഞു. നമ്മൾ 3 പേരും തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ബിൽഡിംഗ് ആയിട്ട് പണിഞ്ഞു. ഓരോ സെക്ഷൻ, അവരവരുടെ സെക്ഷൻ്റെ ചിലവ് അവരവർ വഹിക്കുക. അങ്ങനെ അതാണ് കുട്ടികളുടെ സെൻറ്റർ. അവിടെ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള തെറാപ്പി, അത് ഓരോ കുട്ടിയുടെയും നീഡ് അനുസരിച്ചിട്ട് ഒക്യുപ്പേഷണൽ തെറാപ്പി ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ട്, ADL ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ തെറാപ്പീസും നമ്മളവിടെ കൊടുക്കുന്നു. നമ്മുടെ എല്ലാ സർവീസസും ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ ഈ 3 സെൻറ്റേഴ്സിലത്തെയും എല്ലാ സർവീസസും ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ കുട്ടികളുടെ സെൻറ്ററിൽ കൊടുക്കുന്ന തെറാപ്പിക്ക് മറ്റ് പല തെറാപ്പി സെൻറ്റേഴ്സിലും 1 മണിക്കൂറിന് 1000 ആൻഡ് എബോവ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ഒരാഴ്ചയിൽ 4 തെറാപ്പി വേണ്ടി വരും, 3 തെറാപ്പി വേണ്ടി വരും, 2 തെറാപ്പി വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 5 തെറാപ്പി വേണ്ടി വരും. അപ്പോൾ ആഴ്ചയിൽ 4000-ഓ 5000-ഓ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കും ഇത്തരം ഫെസിലിറ്റീസ് അവൈലബിൾ ആകണം എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അതുകൊണ്ട് നമ്മുടെ അവിടുത്തെ മാത്രമല്ല നമ്മുടെ എല്ലാ സെൻറ്റേഴ്സിലെയും സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. പിന്നെ നമ്മുടെ തൈക്കാട്ടുശ്ശേരിയിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടികൾക്കൊരു സോഷ്യൽ ആക്സെപ്റ്റൻസും കിട്ടണില്ല, സ്കൂൾ ആക്സെപ്റ്റൻസും കിട്ടണില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പല പാരൻസും നമ്മുടെ അടുത്ത് വന്ന് വേവലാതിപ്പെട്ടപ്പോഴാണ് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക്
തൈക്കാട്ടുശ്ശേരിയിൽ ശരിക്കും ഒരു സ്കൂൾ സെറ്റപ്പാണ് അത്. 3 ക്ലാസ് റൂംസ് ഉണ്ട്. ക്ലാസ് റൂംസ് സ്മാർട്ട് ക്ലാസ് റൂംസാണ് വിത്ത് സ്മാർട്ട് ബോർഡ്സ്. പിന്നെ AC ഉണ്ട്. കാരണം കുട്ടികൾക്ക് ഈ ഓട്ടിസമുള്ള കുട്ടികൾക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ ഭയങ്കരമായിട്ട് അവരിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് AC ഉണ്ട്. ഒരു ടീച്ചറും ഒരു ആയിയും ഒരു ക്ലാസ്സിൽ. പിന്നെ അവർ ബസ്സിൽ കയറ്റി വിടണം പാരൻസ് വിത്ത് ലഞ്ച് ആൻഡ് സ്നാക്സ്. കാരണം ശരിക്കും ഒരു സ്കൂളിലേക്ക് പോകണ പോലെ തന്നെ നമ്മുടെ സ്കൂൾ ബസ്സിൽ അവരെ കൊണ്ടുവരും. എന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അസംബ്ലി, യോഗ, ശരിക്കൊരു സ്കൂൾ അതുപോലെ തന്നെ. അത് കഴിഞ്ഞാൽ സ്നാക്സ് കഴിക്കും. പിന്നെ ക്ലാസ്സസ്, പിന്നെ ലഞ്ച്, അങ്ങനെ 3:30 വരെ. 3:30ക്ക് വിടും. വിട്ടാൽ ഇതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരും. അപ്പോൾ വഴിയിൽ പാരൻസ് കാത്തു നിന്ന് അവരെ പിക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സ്കൂൾ ഇതിലെങ്ങനെയാണോ അങ്ങനെയാണ്. പിന്നെ കൂട്ടത്തിൽ അവിടെ നമ്മൾ ബേസിക്സൊക്കെ പഠിപ്പിക്കും. ലാംഗ്വേജിൻ്റെയും മാത്സിൻ്റെ അങ്ങനെ ബേസിക്സൊക്കെ പഠിപ്പിക്കും. പിന്നെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ടോയ്ലറ്റ് ഹാബിറ്റ്സ് നമ്മൾ പഠിപ്പിക്കുകയാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ആണ് എല്ലാ ക്ലാസ് റൂംസിലും. അതുപോലെ ഫീഡിങ്, അതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഷെയറിങ്, അതൊക്കെ നമ്മളവിടെ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അക്വാ തെറാപ്പിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. അത് ഈ ഓട്ടിസം കുട്ടികൾക്ക് വളരെ ബെനിഫിഷ്യലാണ്. പിന്നെ സ്വിമ്മിങ്ങിൽ താല്പര്യമുള്ള ഈ ഓട്ടിസം ചില കുട്ടികൾക്ക് ചില ടാലൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഒരു ടാലൻറ്റ് ഹണ്ട് കൂടെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ ടാലൻസിനെ പുറത്തു കൊണ്ടുവരികയും അതിനെ എക്സൽ ചെയ്യിപ്പിക്കുകയും അതും കൂടെ ചെയ്യുകയാണ് അവിടെ. പിന്നെ അവിടെ ഒരു സ്കേറ്റിംഗ് പാത്തുണ്ട്. കാരണം നമ്മുടെ ഒരു കുട്ടി, പഠിപ്പിച്ചത് നമ്മളല്ല, ഒരു കുട്ടി സ്കേറ്റിങ്ങിൽ നാഷണൽ ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് അത്തരം ടാലൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. പിന്നെ അവിടെ ഒരു ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, ഔട്ട്ഡോർ പ്ലേ ഏരിയ ഉണ്ട്. അവിടെയും ഒരു തെറാപ്പി, സ്പീച്ച് ആൻഡ് OT തെറാപ്പി യൂണിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇനി കുറച്ച് ആ ഔട്ട്ഡോർ പ്ലേ ഏരിയ ഒന്ന് ശരിയായി വരാനുണ്ട്. അതിനിപ്പോൾ ഫണ്ട് ഇല്ലാണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ICICI ഫൗണ്ടേഷനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവരത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സാധനമായിട്ടത് ഓട്ടിസം കുട്ടികൾക്ക് ആയിട്ട് മാറും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് നിന്ന് എത്ര കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു അല്ലേ? ഇനിയും അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു സ്വപ്നവും കൂടി ഉണ്ട്. എന്താണത്? കാരണം ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഓൾഡ് ഏജ് ഹോം. കാരണം നമ്മുടെ കുട്ടികൾ പലരും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് 74 വയസ്സായി. എൻ്റെ ബ്രദറിന് ഞാൻ മരിക്കുന്നവരെ ഞാനുണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ കഥയും കഷ്ടമാണ്. പക്ഷേ എനിക്ക് മുമ്പ് അവർ മരിക്കണേന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്ന പോലെ ഞാനും ഇപ്പോൾ ദിവസം രാത്രി കിടക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു ദൈവവിശ്വാസിയൊന്നുമല്ല. ബട്ട് ഞാൻ മനസ്സിൽ എല്ലാ ദിവസവും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ മരിക്കണതിൻ്റെ മുമ്പ് അവർ രണ്ടുപേരും മരിക്കണമെന്ന്. കാരണം ഇപ്പം ഞാൻ കൊടുക്കുന്ന കെയർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരിൽ നിന്നും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതിലൊരാൾ ആസ്മയുള്ള ആളാണ്, ഡയബറ്റിക് ആണ്. ബട്ട് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ യങ്ങർ ബ്രദർ 65 വയസ്സായി. അവന് ബ്ലഡ് ക്യാൻസർ ഉണ്ട്. ബട്ട് അതും ഞാനിങ്ങനെ അത്രയും ഹീമോഗ്ലോബിനൊന്നും താഴാതെ അങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അതുപോലെ എനിക്ക് ശേഷം വേറൊരാളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല, അത് സംഭവിക്കുകയുമില്ല എന്നുള്ളത് കൊണ്ട് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ അവിടെ ലൈഫ് ലോങ് കെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പ്രായമാകുമ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഉള്ള ഒരു ഓൾഡ് ഏജ് ഹോം. അതിനുള്ളൊരു സ്ഥലം, ഒരു 9.5 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങി. അവിടെ തന്നെ നമ്മുടെ അതിനോട് ചേർന്ന് ഒരു 9.5 സെൻറ്റ് സ്ഥലം അവരത് വിൽക്കാൻ പോവുകയാണ്. നമ്മളോട് വേണമെന്ന് ചോദിച്ചു. നമ്മുടെ മതിലിനോട് ചേർന്നാണ്. അപ്പം ഞാൻ മനസ്സിൽ കണ്ടു, ഇത് നാളെ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരുവിധം ഫണ്ടൊക്കെ സംഘടിപ്പിച്ച് അത് വാങ്ങി ഇട്ടിട്ടുണ്ട്. അവിടെ ഇനിയൊരു ഓൾഡ് ഏജ് ഹോം കൂടി വേണം. അപ്പോഴാണ് 1 വയസ്സ് മുതൽ അങ്ങേ അറ്റം വരെ ഇവർക്ക് കെയർ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് മനസ്സിലെ സ്വപ്നങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ആളുകളായിരിക്കും സാധാരണ. അപ്പോൾ ടീച്ചർക്ക് എന്താ തോന്നുന്നത്, സാധാരണ ആളുകൾ അവരോട് കാണിക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതെന്ന് മാറ്റം വരണം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളുണ്ടോ സാധാരണ പെരുമാറ്റത്തിലോ? അപ്പോൾ നമ്മുടെ അവിടെ വിസിറ്റേഴ്സ് വരുമ്പോൾ
ആർക്കും ഉള്ളിൽ കയറാം, കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാം. ഇപ്പോൾ ഈ ഫുഡ് സ്പോൺസറിങ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവർക്ക് ലഞ്ച് ടൈമിൽ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം, ലഞ്ച് അവർക്ക് വിളമ്പി കൊടുക്കാം, പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഒക്കെ ആ ഒരു അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇത് വരും, ഇൻറ്ററാക്ഷൻ വരുമ്പോൾ തന്നെ ഒരു ഇത് വരും. പിന്നെ ഞാൻ അവിടെ വരുന്നവരോടൊക്കെ ഞാൻ പറയും, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിത് വന്ന് കാണണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്കവാറും ന്യൂക്ലിയർ ഫാമിലീസാണ്. കുട്ടികൾ ചോദിക്കുന്നത് എന്തും പാരൻസ് വാങ്ങിക്കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളെ ഒരു കണക്കിന്, ഞാനത് പറയുന്നതിൽ വേറെ ആരും അലോഗ്യമൊന്നും വിചാരിക്കരുത്, ഒരു കണക്കിന് നമ്മളവരെ സ്പോയിൽ ചെയ്യുക വരെ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾ കരയുമ്പോൾ കളിക്കാൻ കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. അത് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സ്ക്രീൻ ടൈം കൂടുതലാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ കാണുന്ന കഥാപാത്രങ്ങളെ, ഇപ്പോൾ കോമിക്സോ അങ്ങനെയുള്ളതൊക്കെ കുട്ടികളുടെ അതൊക്കെ കാണുമ്പോൾ ആ കഥാപാത്രങ്ങളെ അനുകരിക്കുന്ന വിധത്തിൽ ഇവരുടെ പെരുമാറ്റം മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സ്ക്രീൻ ടൈം കൂടുതലാക്കുന്നത് കൊണ്ട്. അപ്പോൾ അവിടെ വരുന്ന പാരൻസിനോട് അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, കുട്ടികളെയൊക്കെ അതൊന്ന് കൊണ്ട് കാണിക്കണം. കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിൽ എംപതി ആൻഡ് കമ്പാഷൻ അതില്ലാതാവുകയാണ്. അതുകൊണ്ടാണ് മിണ്ടുമ്പോൾ കുത്തി കൊല്ലുക, അല്ലെങ്കിൽ അടിച്ചു കൊല്ലുക, ഇപ്പോൾ പ്രണയം നിരസിച്ചാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, അല്ലെങ്കിൽ കുത്തി കൊല്ലുക. അതൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു ആർദ്രത ഇല്ലാഞ്ഞിട്ടാണ്. അല്ലാണ്ട് പിന്നെ ഡ്രഗിൻ്റെയൊക്കെ ഇഫക്റ്റ് അത് വേറെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിനെ കാണുമ്പോൾ ഈ കുട്ടികൾ മനസ്സിലാക്കും, ഞങ്ങൾ അനുഭവിക്കുന്നത് മാത്രമല്ല ലോകം, ഇങ്ങനെയും ഒരു ലോകമുണ്ട്, ഇതൊക്കെ ഡിപ്രൈവ് ചെയ്തിട്ടുള്ളൊരു ലോകമുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്ന് ഞാൻ പല പാരൻസിനോടും പറയാറുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ്സസൊക്കെ വെക്കാറുണ്ട്, അവെയർനെസ് ക്ലാസ്സസൊക്കെ വെക്കാറുണ്ട്. പിന്നെ ആരാണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളോട് നമ്മളിൽ ഒരാളാണ് ഇവർ, നമ്മളെപ്പോലെ തന്നെ സമൂഹത്തിൽ ഇവർക്കും ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അവരോട് സിമ്പതി അല്ല വേണ്ടത്, എംപതി ആൻഡ് കമ്പാഷനാണ് വേണ്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓട്ടിസം ഏപ്രിൽ 2 ഇൻ്റർനാഷണൽ ഓട്ടിസം ഡേ ആണ്. അപ്പോൾ ഇത്തവണ നമ്മളൊരു സ്ട്രീറ്റ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടിസം എന്താണെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നും എന്നൊക്കെയുള്ള ഒരു ഇതായിട്ടൊരു സ്ട്രീറ്റ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തൃശ്ശൂർ ജില്ലയിൽ 6 സ്ഥലങ്ങളിൽ നമ്മൾ കളിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള അവയർനെസ് പ്രോഗ്രാംസും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു, പക്ഷേ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ആളുകളോട് വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ പോലുള്ള ഒരു കലാരൂപം, ജനകീയമായിട്ടുള്ള കലാരൂപം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് റീസെൻ്റ്ലി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയിൽ ഒരു ഡയലോഗ് മാതാപിതാക്കൾ ചെയ്ത മുൻ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടായതെന്ന രീതിയിൽ ഡയലോഗ് പിന്നീട് അത് സെൻസർ ബോർഡ് കട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കലാരൂപങ്ങളും ഉണ്ട്, ജനങ്ങളിലേക്ക് അങ്ങനെയുള്ള മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോട്ട് കടത്തിവിടുന്ന രീതിയിലുള്ള സിനിമകളും വരുന്നു. അപ്പോൾ അതിനോടൊക്കെ ടീച്ചർക്ക് പ്രതികരണം എങ്ങനെയാണ്? അത് സിനിമയിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഭവമാണത്. അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ കർമ്മബലമാണ്, അവരുടെ പാപബലമാണ് ഇങ്ങനെയുള്ള കുട്ടി ഉണ്ടാവാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ വളരെ വളരെ മോശമായ തെറ്റായ ചിന്താഗതിയാണ്. നമ്മൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു കുട്ടി ഉണ്ടായാൽ അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒരുപാട് സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. ഒന്ന്, ഇതൊരു മ്യൂട്ടേഷൻ, ചില ജീനുകളുടെ മ്യൂട്ടേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. 2, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓഫ് ദ പ്രഗ്നൻറ്റ് മദർ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ഫാമിലീസാണ്, ഷെയറിങ് ഓഫ് ഇമോഷൻസ് നടക്കണില്ല. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ നമുക്ക് അമ്മയോട് പറയാൻ പറ്റാത്തത് ചെറിയമ്മയോട് പറയാം, അല്ലെങ്കിൽ മുത്തശ്ശിയോട് പറയാം, അല്ലെങ്കിൽ അമ്മാവനോട് പറയാം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഷെയറിങ് ഓഫ് ഇമോഷൻസ് നടന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതില്ല. കാരണം അച്ഛനും ജോലി ഉണ്ടാവും, അമ്മയ്ക്കും ജോലി ഉണ്ടാവും, മക്കൾ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ട്യൂഷനാണ്. അപ്പോൾ ആ ഒരു ഫാമിലി ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, ഇമോഷണൽ ഷെയറിങ് നടക്കുന്നില്ല. അപ്പോൾ ആ പ്രഗ്നൻസി ടൈമിൽ അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഇതിനൊരു റീസണാണ്. പിന്നെ അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട്, ചില അസുഖങ്ങളുടെ പാർശ്വഫലമായിട്ട് ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. അതുമാത്രമല്ല, ആ ബേർത്ത്
ആ സമയത്ത് ബേർത്ത് കനാലിലൂടെ കടന്നു വരുമ്പോൾ കുട്ടിക്ക് ഒരു നിമിഷത്തിൻ്റെ ഓക്സിജൻ്റെ സഫിഷ്യൻസി ഇല്ലാത്ത അല്ലെങ്കിൽ ഓക്സിജൻ വേണ്ടത്ര കിട്ടാതിരിക്കുന്ന അവസ്ഥ അതുണ്ടായാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം. ജനിച്ചതിന് ശേഷം സൂൺ ആഫ്റ്റർ ബർത്ത് ബ്രെയിനിനുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ ഡാമേജസ്, അങ്ങനെ ഒരുപാട് സയൻറ്റിഫിക് റീസൺസ് ഇത് ഉണ്ടാവാനുണ്ട്. അല്ലാണ്ട് ഇപ്പം ഞാൻ ഇന്ന് എന്തെങ്കിലും പാപം ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ആവുമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ വളരെ തെറ്റായ ധാരണയാണ്. ജനങ്ങളത് തിരുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ മാത്രമല്ല വേറൊരു സംഭവം കാണുന്നത് ഈ ഡോക്ടേഴ്സ് ഷോപ്പിംഗ് എന്ന് പറയും. ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, കുറച്ച് ചികിത്സിക്കും. ഒരു ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, കുറച്ച് ചികിത്സിക്കും. അല്ലെങ്കിൽ വേറൊരു അലോപ്പതി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കുറച്ച് ചികിത്സിക്കും. ഇതൊന്നും അല്ല വേണ്ടത്. കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എത്രയും നേരത്തെ, പ്രത്യേകിച്ചും ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് എത്രയും നേരത്തെ തെറാപ്പി കൊടുക്കുന്നുവോ അത്രയും ബെറ്ററായിട്ട് നമുക്ക് ഈ കുട്ടിയെ ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ പാപവും കർമ്മവും ഒന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കുട്ടിക്ക് തെറാപ്പി ഡിലേ ആകുന്നിടത്തോളം കുട്ടിയിൽ അത് നേരെയാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുകയുള്ളൂ. അപ്പോൾ എൻ്റെ ബ്രദേഴ്സിൻ്റെ കേസ് തന്നെ ഞാൻ പറയാം. അന്ന് ഓട്ടിസം എന്നൊരു വാക്ക് തന്നെ കേൾക്കാത്തൊരു കാലമാണ്. 74 വയസ്സെന്ന് പറയുമ്പോൾ ഒരു ഹാഫ് എ സെഞ്ച്വറി ബാക്കാണ്. അന്ന് ഈ ഓട്ടിസം എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല. പിന്നെ ബുദ്ധിമാന്യം എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർ എന്നുള്ളതാണ്. അപ്പോൾ അവരെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഈ 67 വയസ്സായ ഞാൻ 65 വയസ്സായ എൻ്റെ അനിയനെയും 74 വയസ്സായ എൻ്റെ ഏട്ടനെയും കുളിപ്പിക്കുകയും ടോയ്ലറ്റ് പോയി കഴുകി കൊടുക്കുകയും വേണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കൊന്നും അന്നൊന്നും അവയർനെസ് ഇല്ല. അപ്പോൾ അന്ന് ചെറുപ്പത്തിലെ അവർക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. പിന്നെ ഈ ഒരു ഏജിലൊന്നും അവരെ ഇനി അത് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. എത്ര നേരത്തെ നമ്മൾ ഈ കുട്ടികൾക്ക്, അത് ഓട്ടിസം മാത്രമല്ല ഇൻ്റലക്ച്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഏത് കുട്ടിക്കും എത്രയും നേരത്തെ നമ്മൾ അവരുടെ പ്രൈമറി നീഡ്സെങ്കിലും പഠിപ്പിച്ചിരിക്കണം. അത് പഠിപ്പിച്ചാൽ മറ്റ് ഒരാൾക്കത് അവരുടെ കാലശേഷം, പാരൻറ്റിൻ്റെ കാലശേഷം മറ്റൊരാൾക്കതൊരു ബേർഡനാകാതെ കഴിയും. അപ്പോൾ ഒരു സിബ്ലിങ്സും ഇവരെ കെയർ ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ ഡിപ്പെൻഡിങ് അപ്പോൺ ആ വീട്ടിലുള്ള ഒരു സെറ്റപ്പ് അനുസരിച്ചിട്ടിരിക്കും. അപ്പം നമ്മുടെ ഓട്ടിസം കുട്ടികളുടെ തെറാപ്പി സെൻറ്ററിൽ നമ്മൾ കൊടുക്കുന്നൊരു എക്സർസൈസ് എന്താണെന്ന് വെച്ചാൽ മിറാക്കി എന്ന് പറയും. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി, അത് ചെയ്ത് അച്ഛനുണ്ടാവണം, അമ്മയുണ്ടാവണം, സിബ്ലിങ്സ് ഉണ്ടാവണം. ഇവരെല്ലാവരും കുട്ടിയും ചേർന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റിയുടെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കണം. അപ്പോഴേ നമുക്കറിയുള്ളൂ ഇത് ഫാമിലി കൂടെ അതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിലേ ഈ കുട്ടികളെ ബ്രിങ്ങിങ് അപ്പ് ശരിയായ വിധത്തിലാക്കി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊരു ശാപമാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ധരിച്ചിട്ട് കാര്യമില്ല. എത്രയും നേരത്തെ ഡയഗ്നോസ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്ത ഉടനെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പല പാരൻസും പാരൻ്റൽ ആക്സെപ്റ്റൻസും വലിയൊരു പ്രശ്നമാണ്. ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് ആണെങ്കിൽ പോലും എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ആവില്ല, എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും വരില്ല എന്നുള്ളൊരു ധാരണ വെച്ച്, അല്ലെങ്കിൽ പറയും ഇപ്പോൾ സ്പീച്ച് ഡിലേ ആയാൽ പറയും ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും അതിന്. അവൻ്റെ അച്ഛനും കുറേ ഡിലേ ആയിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ നടക്കാൻ കുട്ടി നടന്നില്ലെങ്കിൽ, നടക്കേണ്ട സമയത്ത് നടന്നില്ലെങ്കിലും ഇതേപോലെ ജസ്റ്റിഫൈ ചെയ്യും. അവൻ്റെ മുത്തച്ഛനും കുറേ വൈകിട്ടാണ് നടന്നു തുടങ്ങിയത് എന്നുള്ള ആ ഒരു ജസ്റ്റിഫിക്കേഷൻ വഴി കുട്ടിക്ക് കിട്ടേണ്ട തെറാപ്പി ഡിലേഡ് ആകുകയാണ്. കുട്ടിയുടെ അത്തരത്തിലുള്ള നമ്മളത് മോഡിഫൈ ചെയ്തെടുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യണം. അല്ലാണ്ട് ശാപം പാപം എന്നൊന്നും പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമല്ല. അതങ്ങനെയല്ല. ഇതിനൊക്കെ ഒരു സയൻറ്റിഫിക് ബേസിസ് ഉണ്ട്. ഇന്ന് ഈ ഒരു കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ പോലും അത് ഡിപ്രഷനാണ്. പിന്നീട് ലൈഫിൽ എല്ലാം ബുദ്ധിമുട്ടാണ്, കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ്. ജീവിതം അവസാനിപ്പിക്കാൻ വരെയുള്ള ചിന്തകളാണ് പെട്ടെന്ന് തന്നെ ആളുകളുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ ടീച്ചറുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ ഈ സഹോദരങ്ങളുടെ ഒരു അവസ്ഥ, അമ്മ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്, പിന്നെ ടീച്ചർക്ക് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞ് പിന്നീട് വിവാഹം കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ്, വളരെ ബുദ്ധിമുട്ടേറിയ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നും പറഞ്ഞു. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ജീവിതത്തെ വളരെ പോസിറ്റീവാക്കി എടുക്കാനായിട്ട് ഉള്ള ഒരു ഊർജ്ജം അതെങ്ങനെയാണ് കിട്ടി? അത് ശരിക്കും ബാക്കിയുള്ളവർക്കുള്ളൊരു മെസ്സേജാണ് ഞാൻ ചോദിക്കുന്നത്. ഇക്കാലത്ത് അത് വളരെയധികം അത്യാവശ്യമാണെന്ന് തോന്നി ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. കാരണം എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർക്ക് അതെങ്ങനെ ഒരു പോസിറ്റീവ് റൂട്ടിലെത്തിക്കാൻ പറ്റും? അതിപ്പോൾ നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമ്മളതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇരിക്കേണ്ടതല്ല,
നമ്മളതിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കണം. പിന്നെ എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജി കോഴ്സ് ഞാൻ ചെയ്തു. അതെൻ്റെ മനസ്സിന് നല്ലൊരു കരുത്ത് തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മണിപ്പാലിൽ പോസ്റ്റ് ഡോക്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമല ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർ സുധീർ ഒരിക്കൽ അവിടെ എന്തോ കോൺഫറൻസിനോ എന്തിനോ എന്ന് കണ്ടപ്പോൾ ഞാൻ നല്ലോണം സംസാരിക്കണു. അപ്പോൾ എന്നോട് സുധീർ ചോദിച്ചത് ഇങ്ങനെയാണ്, താനെങ്ങനെയോട് ഇത്രയും സംസാരിക്കാൻ തുടങ്ങിയതെന്ന്. എന്ന് വെച്ചാൽ ആ പഴയ ഞാൻ അല്ലാണ്ട് മാറ്റം വന്നു. ആ പഴയ ഞാനിൽ നിന്ന് ധൈര്യമുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് ഈ പറഞ്ഞ ട്രാൻസാക്ഷണൽ അനാലിസിസിൽ നല്ലൊരു പങ്കുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് എപ്പോഴും വളരെ സ്ട്രെങ്ത്തായിരുന്നു. അതൊരു നല്ല സ്ട്രെങ്ത്ത് തന്നെയാണ്. അതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോയി സൂയിസൈഡ് ചെയ്യുക, അതിലൊന്നും കാര്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സൂയിസൈഡ് ചെയ്യാൻ പേടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് കാരണം എനിക്ക് പേടിയാണ്. അല്ലാണ്ട് ആ ഒരു ഇൻസിഡൻറ്റിനോടുള്ള പേടിയല്ല, അത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ള അങ്ങനെ ഒരു പേടി എനിക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ടീച്ചറുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അത് ശരിക്കും ഇത് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ടീച്ചറുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ ദൈവതുല്യമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റട്ടെ. ടീച്ചറുടെ മനസ്സിലെ ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും സാക്ഷാത്കരിക്കാനായിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരെയാണ്. ഒരുപാട് നന്ദി ഇവിടെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ദൈവതുല്യ എന്നുള്ളതിൽ മാറ്റം വരുത്തണം, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റേജിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല എന്നൊന്നാമത്തെ കാര്യം. എനിക്ക് പറ്റാത്ത എത്രയോ ഉണ്ട്. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഫാമിലീസിന് വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നില്ല. എനിക്ക് പറ്റണത് ചെയ്യുക. അപ്പോൾ സമൂഹത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എല്ലാ ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു ചെറുവിരലെങ്കിലും നമുക്ക് അനക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദൈവം എന്ന് പറയുന്ന അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ എൻ്റെ ഈ യങ്ങർ ബ്രദർ, അവന് ലുക്കേമിയ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ലുക്കേമിയ ആണെന്ന് അറിയുകയും അങ്ങനെ അമല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ്റെ ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ തിണർത്ത് പൊന്തിയ പോലെ റെഡ് ഇറപ്ഷൻസ് വന്നു. അപ്പോൾ എനിക്ക് പേടിയായി ഇതെന്താണാവോ എന്ന് വെച്ചിട്ട്. അത് ആ കോവിഡ് ഇങ്ങനെ കഴിഞ്ഞ സമയമാണ്. അപ്പം ഞാൻ വല്ല അലർജി ആവുച്ചിട്ട് അലർജിക്കുള്ള ആൻറ്റിഹിസ്റ്റമിനൊക്കെ കൊടുത്തു നോക്കി, അതിനുള്ള ലോഷൻസൊക്കെ പുരട്ടി നോക്കി, എന്നിട്ടൊന്നും മാറണില്ല. അപ്പോൾ ഞാൻ നെറ്റിലൊന്നും നോക്കിയപ്പോൾ കാണുന്ന 2 റീസണാണ്. ഒന്ന്, ഈ ലുക്കേമിയയുടെ സ്കിൻ എക്സ്പ്രഷനായിട്ട് അത് വരാം. 2, അവൻ കഴിക്കുന്ന ഇമാറ്റിനിബ് എന്ന് പറഞ്ഞ ഗുളികയുടെ റിയാക്ഷനായിട്ട് വരാം. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഇവൻ വീൽ ചെയറിൽ ആയിട്ടുണ്ട് കേട്ടോ. വീൽ ചെയറിലാണ്. അത് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള കുട്ടിയാണ്. എന്നെപ്പോലെ ഒന്നുമല്ല, നല്ല ടോൾ ആൻഡ് വെയിറ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അവനെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഇതാണ്. അപ്പോൾ ഞാൻ കൂടെ എൻ്റെ 2 ഇപ്പോൾ ഈ ഞാൻ നേരത്തെ റെഫർ ചെയ്ത ജേക്കബും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂൾ വണ്ടിയുടെ ഡ്രൈവർ സനിലിനെ കൊണ്ടാണ് വണ്ടി എടുപ്പിച്ചത്, അയാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്. ടോക്കണൊക്കെ എടുത്തിട്ട് കാത്തിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പഞ്ചപുച്ഛല്ല, അതിലേക്കും വലിയ പുച്ഛങ്ങളൊക്കെ അടക്കണമല്ലോ. അങ്ങനെയൊക്കെ അടക്കി വളരെ താഴ്മയോടെ ഞാൻ ചോദിച്ചു, ഇത് ഡ്രഗിൻ്റെ. അപ്പോൾ എടുത്ത വാക്കിന് അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, കാണാത്തത് കൊണ്ട്. നേരത്തെ ദൈവത്തിൻ്റെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, കാണാത്തത് കൊണ്ടൊരു സാധനം ഇല്ലാണ്ടാവില്ല. നമ്മൾ കാണാത്തത് കൊണ്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം ഇല്ലാണ്ടാവില്ല. അതുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. അതാണ് അതിൻ്റെ സത്യം. അതുപോലെയാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കതിനുള്ളൊരു തെളിവും കിട്ടിയിട്ടില്ല. ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു ദൈവവിശ്വാസി അല്ലാന്ന് പറഞ്ഞു. പക്ഷേ വിശ്വാസമുള്ള ഒരുപാട് പേരുടെ മുന്നിൽ ടീച്ചർക്ക് ദൈവത്തിൻ്റെ സ്ഥാനമാണ്. ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാട്ടോ. എന്തായാലും ഒരുപാട് പേർക്ക് സമാധാനമാണ് ടീച്ചർ. അത് സംശയമില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ഫാമിലീസിനാണ്
സമാധാനം കൊടുക്കണം, ഒരു ആശ്വാസം. ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പല വീട്ടുകാർക്കും ചിലർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷെ ചില ആളുകൾക്ക് ഇനി എന്ത് എന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ, നേരത്തെ ഒരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയ, അതുപോലുള്ള എത്രയോ വീടുകളുണ്ടായിരിക്കും ഇങ്ങനെയുള്ള മക്കളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അമ്മമാർ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഉപേക്ഷിച്ച് പോകുന്ന കുട്ടികളും ഉണ്ട് ഇത്തരം കുട്ടികളുടെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ള കാര്യം അറിയാതെ നിൽക്കുമ്പോഴാണ് ടീച്ചർ അവർക്കൊരു സഹായമാവുന്നത്. അപ്പോൾ എന്തായാലും മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയയിൽ ടീച്ചർ വന്നിട്ട് നമ്മളെപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഓൺ ആക്കാനായിട്ടാണ് നമ്മൾ മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയ എന്നുള്ളൊരു സെഗ്മെൻറ്റ് തന്നെ വയ്ക്കുന്നത്. അപ്പോൾ കുറേ തമാശകളായിട്ടുള്ള, അത് തമാശകളുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ടുള്ള ഗസ്റ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ പല പല ഇമോഷൻസ് നമുക്ക് പകരാനായിട്ടുള്ള ഗസ്റ്റാണ് മൂഡ് ഓൺ വിത്ത് മീഡിയപീഡിയ സെഗ്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവരാറുള്ളത്. ഇപ്പം ഇന്ന് എന്തായാലും ടീച്ചറോട് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു സംതൃപ്തിയാണ്, നമ്മുടെ ജീവിതം കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളൊരു തോട്ട് കൂടെ കൊടുക്കാനായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ സാധിച്ചു എന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.